ഹായ് ഫ്രണ്ട്സ്, ലിസമ്മാസ് ഫുഡ് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു കേറ്ററിങ്ങിൻ്റെ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയായിരുന്നു. അതിനകത്ത് ഫിഷ് മോളി ഉണ്ടായിരുന്നു. അപ്പം ഞാനത് കാണിച്ചില്ല. ഞാൻ എന്തായാലും ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ എല്ലാം കൂടെ കാണിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഫിഷ് മോളി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുകയാണ്. അതിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വീഡിയോ കാണണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഫിഷ് മോളിക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നെയ്മീൻ, കരിമീൻ, ആവോലി ഇതൊക്കെയാണ് ഫിഷ് മോളിക്ക് ഏറ്റവും പറ്റിയത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം കുറച്ച് കനം കുറച്ച് വേണം എടുക്കാൻ. അപ്പം നമുക്ക് കുറച്ച് മസാല ഇതിലേക്ക് ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ. ഇതിപ്പം ഇങ്ങനെ ചെയ്യണമെന്നില്ല. മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും എല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിനകത്തിട്ട് എല്ലാം കൂടെ ഒന്ന് പുരട്ടി എടുത്താലും മതി. ഇത് പൊടിഞ്ഞു പോകല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കും. അപ്പം ഞാൻ ഈ ചെറിയൊരു സ്പൂണിനായിട്ടാണ് കുരുമുളക് പൊടി എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെതും ഒക്കെ അളവിനനുസരിച്ച് സാധനങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ വേണം. വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്താലും മതി. ഞാനിവിടെ 1 സ്പൂണ് വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. ആ വിനാഗിരി കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീരാണെങ്കിൽ അതിൻ്റെ കുരു എല്ലാം കളഞ്ഞതിന് ശേഷം നാരങ്ങാനീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് കുരുമുളകും പച്ചമുളകിൻ്റെ എരി മാത്രമേ ഇതിനകത്തുള്ളൂ. നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂണ് മൈദ എടുക്കാം. മൈദയിൽ ഒരു മുട്ടയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ ഈ ഫിഷ് ഒന്ന് വറക്കാൻ വേണ്ടിയിട്ടുള്ള കോട്ടിങ്ങാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തു. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഒരു 1/4 സ്പൂണ് ഉപ്പ്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒരുപാട് അങ്ങ് ലൂസ് വേണ്ട, കുറച്ച് കട്ടിക്ക് തന്നെ എടുത്ത് നമുക്ക് ഫിഷ് ഇതിനകത്ത് മുക്കി എടുക്കത്തക്ക ഒരു പാകത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാ ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഫോർക്കും കൊണ്ട് ചെയ്യുവാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് മുട്ടയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി നമ്മൾ മീൻ ഓരോന്നായിട്ടെടുത്ത് ഈ മിക്സിനകത്ത് മുക്കി നമ്മൾ മാറ്റി വെക്കുകയാണ്. നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. ഇപ്പം ഇങ്ങനെ നമ്മൾ എടുത്തൊന്ന് ഫ്രൈ ചെയ്ത് കറി വെക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. നല്ല ഒരു കോട്ടിങ് പോലെ ഇരിക്കുന്നത് കൊണ്ട് മീൻ വേഗം പൊട്ടിപ്പോകാതിരിക്കാനും സഹായിക്കും. പ്രത്യേകിച്ച് ഈ നെയ്മീനെ കുറച്ച് കട്ടിയില്ലാത്തത് കൊണ്ട് പിന്നെ നമ്മൾ അധികം വേവിക്കുന്നില്ല. നമ്മൾ ഈ തേങ്ങാപ്പാലിനകത്തൊക്കെ ഇട്ട് വേവിച്ചെടുക്കുന്നതുകൊണ്ട് പൊട്ടിപ്പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വളരെ കനം കുറച്ചുമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഒത്തിരി കനം കൂടുതലാക്കിയാലും കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഫിഷ് മോളി കട്ട് ചെയ്യേണ്ടത്. അതെ, നമ്മളെല്ലാം മിക്സിനകത്ത് മുക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റത്തേന് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ സവാള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളിയും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു ഉരുളിയോ ചീനിച്ചട്ടിയോ വല്ലതും വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ. ഞാനിപ്പം ചെറിയ ജീരകം ഒന്നും ഇടുന്നില്ല. നന്നായിട്ട് ചൂടായതിനു ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ഒരു തക്കോല്, കുറച്ചെല്ലാം എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാദ്യം കടുക് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോഴേക്ക് ഇത് കുറച്ച് സമയമെടുക്കും. അപ്പോഴേക്ക് നമുക്ക് വേറൊരു പാൻ വെച്ച് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഫ്രൈ ചെയ്യുമ്പോൾ മീൻ ഒരുപാടങ്ങ് ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യണ്ട. ജസ്റ്റ് നമുക്ക് അപ്പുറവും ഇപ്പുറവും ഒന്ന് തിരിച്ചിട്ട് എടുത്താൽ മതി. എന്നാലും ഒന്ന് മൂത്ത് കിട്ടണം. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് മീൻ ഓരോന്ന് ഇട്ട് കൊടുക്കാം. എണ്ണ ഇപ്പം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇപ്പുറത്തെ ഒരു ഉരുളിയിൽ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി ഞാനെടുത്ത് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫിഷ് മോളിക്ക് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മുടെ മീൻ അപ്പുറത്തെ സ്റ്റൗവിലിരുന്ന് കാരണം നന്നായിട്ടൊന്ന് ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നന്നായിട്ട് ഉള്ളിയും തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ. ഒരു 5-6 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം നല്ല എരിവുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിയൊക്കെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ചിലർക്ക് എരിവ് കുറവ് മതി. അപ്പം നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ ജ്യൂസൊക്കെ, തക്കാളിയുടെ ജ്യൂസൊക്കെ എല്ലാം നന്നായിട്ട് വെളിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാലകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. തക്കാളിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ. കണ്ടോ, എണ്ണയെല്ലാം നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇത് ഞാനിപ്പോൾ ഇതിനകത്ത് വറുത്ത മല്ലിപ്പൊടിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ, 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ അത്യാവശ്യത്തിന് നല്ല എരിവൊക്കെ കാണും. നമ്മൾ ആദ്യം മീൻ ഫ്രൈ ചെയ്തതും അങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് ഒരു തേങ്ങ ഞാനിവിടെ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 1-ാം പാലും 2-ാം പാലും നമുക്ക് എടുക്കണം. അപ്പോൾ ഈ ഫിഷ് ഫ്രൈ നമ്മൾ വെച്ചിരുന്നത് അത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി എടുത്ത് മാറ്റാം. എന്നിട്ട് അടുത്ത ബാച്ച് കൂടെ നമുക്ക് ഇടാനുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പണി വേഗമാകും. അതുകൊണ്ടാണ് ഞാൻ അപ്പുറം ഇപ്പുറയും കൂടെ വെച്ച് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴേ ഇങ്ങനെ പറ്റത്തില്ലെങ്കിൽ മീൻ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ട് മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ഭയങ്കര ഒരു മെനക്കേടുള്ളൊരു പണിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ പാക്കറ്റിലായിട്ട് കിട്ടുമല്ലോ, കോക്കനട്ടിൻ്റെ മിൽക്കൊക്കെ കിട്ടും. അപ്പോൾ അതും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പം ഇത് കുറേ പാത്രങ്ങളും ഒക്കെ അങ്ങ് ആവും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. കുറച്ച് മതി കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി ഒന്ന് അരച്ചെടുക്കണം. ഇവിടെ നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ കറി ഏകദേശം തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക്
ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഇളക്കരുത്. കാരണം ഇത് എത്ര എന്ന് പറഞ്ഞാലും അത് പൊടിയാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങിട്ട് ഇളക്കി പൊടിക്കരുത്. അതിനെ ഇതൊക്കെ ഒന്ന് ഈ ചട്ടുകം കൊണ്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് അടിവശം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ഇത് മീനും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കും. ഇങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മളിതൊന്നും ഇളക്കുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു തുണി കൊണ്ട് പിടിച്ച് ഒന്ന് നല്ലതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുവാണെങ്കിൽ അതൊക്കെ ആ മീനയിലും ചാറിലും ഒക്കെ നന്നായിട്ട് അങ്ങ് പിടിക്കും. ഇവിടെയൊക്കെ ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നെയ്ക്കകത്തൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒന്ന് വറുത്തെടുക്കാം. നെയ്ക്കകത്ത് വറുക്കുന്നതാണ് ടേസ്റ്റ്. അപ്പം ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കാം. നല്ലതായിട്ട് തിളച്ച് ചാറൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചാറും കൂടെ വേണം, ഒത്തിരി അങ്ങ് പറ്റിക്കുന്നില്ല. ഇപ്പം ഇടിയപ്പവും അപ്പവും പാലപ്പവും എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് കറിയാണിത്. അപ്പം പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാം. ഞാനിന്ന് ഇവിടെ കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കി ഇന്ന്. അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിത് ഉണ്ടാക്കിയത്. അതിന് മുന്നായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ നമുക്ക് ചേർക്കാം. 1 പാലാണിത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. നട്ട്സൊക്കെ ഒരുപാട് കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് നട്ട്സൊക്കെ നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അരച്ചും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഒരുപാട് അങ്ങനെ ഇടുന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് നെയ്യും കൂടെ നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് തൂക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ തക്കാളിയും കൂടെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ തോന്നുന്നില്ലേ? എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തക്കാളിയൊക്കെ ഇന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ലൊരു രസമാണ്, കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. തേങ്ങാപ്പാലിൻ്റെയും നെയ്യും ഒക്കെ ഇട്ടതിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, ഇനിയിപ്പം ദിവസവും ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും, കഴിവതും ഇടുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.